ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ നാമത്തിൽ വന്ദനം. എന്നെ ഇന്നത്തെ ഈ വൈശാഖ മാസ അനുബന്ധിച്ചുള്ള പ്രഭാഷണത്തിന് ക്ഷണിച്ച ശ്രീനിവാസ കോവിൽ ക്ഷേത്ര ഭാരവാഹികളോടും ഇവിടുത്തെ ഭക്തജനങ്ങളോടും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാവട്ടെ. ഇന്ന് വാമനാവതാരമാണ്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം കണ്ടു. ഭഗവാൻ ശരിക്കും വാമനൻ മഹാബലിക്ക് അനുഗ്രഹം നൽകുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചന്ദനച്ചാർത്ത് കണ്ടത്. വളരെ സന്തോഷം തോന്നി. ഭഗവാനെ കാണാൻ സാധിച്ചു. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നരസിംഹമൂർത്തിയെക്കുറിച്ചാണ്. ഇന്നലെ നരസിംഹ ജയന്തിയായിരുന്നു. അപ്പോൾ നരസിംഹമൂർത്തിയെക്കുറിച്ച് പറയുമ്പോൾ നരസിംഹമൂർത്തിയുടെ അവതാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്തിനാണ് അവതരിച്ചത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മ ഉദ്ദേശം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായി ഒന്ന് പറയാനും നരസിംഹമൂർത്തിയുടെ വിവിധ കരങ്ങളായിട്ടുള്ള ലീലകളെക്കുറിച്ച് പറയാനുമാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരിക പ്രഹ്ലാദനാണ്. ഏറ്റവും വലിയ ശ്രീഹരി ഭക്തനായിട്ടുള്ള നാരായണ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ പ്രഹ്ലാദന് വേണ്ടിയിട്ടാണല്ലോ നരസിംഹമൂർത്തി അവതരിച്ചത്. നമ്മുടെ ഉള്ളിൽ ഹിരണ്യകശിപു ആണോ ഉള്ളത്, പ്രഹ്ലാദനാണോ ഉള്ളതെന്നുള്ളത് നമ്മൾ ഈ കഥയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന രണ്ട് രാക്ഷസന്മാർ, അവരെ ജനിച്ചത് ആർക്കാണ്? മഹാബ്രാഹ്മണനായിട്ടുള്ള കശ്യപ പ്രജാപതിക്കും ദിതിക്കും ജനിച്ച മക്കളാണ്. കശ്യപ പ്രജാപതി വളരെ പണ്ഡിതനും അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠനുമായിട്ടുള്ള ബ്രാഹ്മണനാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവനാണല്ലോ ബ്രാഹ്മണൻ. അപ്പോൾ അദ്ദേഹം എല്ലാ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തി വളരെ ആചാര അനുഷ്ഠാനങ്ങളോടെ ജീവിക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിനും ദിതിക്കുമാണ് ഈ രണ്ട് മക്കൾ ജനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ കുടുംബത്തിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും വേദമന്ത്രങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഭഗവത് സേവയൊക്കെയാണ്. അപ്പോൾ അത് കണ്ടു വളരുന്ന മക്കൾ അതുപോലെയല്ലേ ആയിത്തീരേണ്ടത്. എന്നാൽ ഹിരണ്യാക്ഷൻ എന്താ ചെയ്തത്? ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ പേരിൽ ഭഗവാന് വധിക്കേണ്ടി വന്നു. അപ്പം ഹിരണ്യാക്ഷൻ്റെ മരണത്തിന് ശേഷം ഹിരണ്യകശിപു വളരെ ക്രോധാകുലനാവുകയാണ്. ഈ ഹിരണ്യകശിപു അതുവരെ നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അയാൾക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലുമെല്ലാം നല്ല അഭ്യാസം അച്ഛൻ പറഞ്ഞു കൊടുത്തിരുന്നു, കശ്യപ പ്രജാപതി പറഞ്ഞു കൊടുത്തിരുന്നു. അതനുസരിച്ച് എല്ലാ വേദങ്ങളും അതുപോലെ തന്നെ എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും നന്നായി അറിയുന്ന ഒരാളാണ് ഹിരണ്യകശിപു. അല്ലാതെ വെറും ഒരു രാക്ഷസനല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഹിരണ്യ കശിപു ഗീത എന്ന് പറഞ്ഞ് ഭാഗവതത്തിലെ സപ്തമ സ്കന്ധത്തിൽ 4 ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആത്മാവും ശരീരവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഹിരണ്യകശിപു പറയുന്നതായിട്ട്. അപ്പോൾ ഹിരണ്യകശിപു വെറും ഒരു രാക്ഷസനല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഒരാൾ എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത് അവരുടെ വിചാരങ്ങൾ, നമ്മൾ എങ്ങനെ ആകുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ മൂലമാണ് ആവുക. നമ്മളിപ്പോൾ ദുഷ്ടചിന്തകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള അസൂയയോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ മോശമായി ചിന്തിക്കുകയോ മറ്റുള്ളവർ അധപ്പതനം ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അത്തരത്തിലൊരാളായി മാറും. അതെല്ലാം നമ്മൾ നല്ലതായി ചിന്തിക്കുകയാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നല്ലത് തന്നെ വരും. ഭഗവാൻ അവിടെ കുടികൊള്ളും. അതല്ല നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ വിരുദ്ധമായിട്ടോ മറ്റുള്ളവർക്ക് നാശമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മളിൽ അപ്പോൾ രാക്ഷസീയമായിട്ടുള്ള അംശമാണ് വരിക. അത് ഹിരണ്യകശിപു എത്ര വലിയ പണ്ഡിതനായിട്ടും അല്ലെങ്കിൽ ശ്രേഷ്ഠനായിട്ടും ഹിരണ്യകശിപു ചെയ്ത വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അയാളുടെ ജീവിതം അങ്ങനെ ആയിത്തീരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ മനസ്സിൽ ഹിരണ്യകശിപു ആണോ വേണ്ടത്, പ്രഹ്ലാദനാണോ വേണ്ടതെന്നുള്ളത് ഇവരുടെ ഈ കഥകളിലൂടെ അല്ലെങ്കിൽ ഈ ഇങ്ങനെ നടന്ന സംഭവങ്ങളിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹിരണ്യകശിപു എന്ന് പേര് വരാൻ കാരണം തന്നെ കശ്യപ പ്രജാപതി നിരന്തരം യാഗങ്ങൾ ചെയ്യുമായിരുന്നു, യജ്ഞങ്ങൾ ചെയ്യുമായിരുന്നു. യാഗങ്ങൾ ചെയ്യുന്ന സമയത്ത് ദേവതകൾക്ക് ഇരിക്കാനുള്ള പീഠങ്ങളാണ്, 5 പീഠങ്ങളാണ് നിൽക്കുക. ഓരോരോ പീഠങ്ങൾ ഓരോരോ
തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചില്ല. അല്ലെ സ്വർണം കൊണ്ട് നിർമ്മിച്ച പീഠത്തിനെയാണ് ഹിരണ്യകശിപു എന്ന് പറയുന്നത്. കശിപു എന്ന് പറഞ്ഞാൽ പീഠം എന്നാണ്, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സ്വർണം കൊണ്ടുള്ള പീഠം വയ്ക്കുമല്ലോ. അപ്പം 5 പീഠങ്ങൾ നിരത്തി വയ്ക്കുമ്പോൾ ഈ സ്വർണം കൊണ്ടുള്ള പീഠത്തിൽ കുഞ്ഞ് വളരെ ചെറുപ്പത്തിൽ, ഹിരണ്യകശിപു വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഈ പീഠത്തിൽ പോയി മുട്ടിലഴഞ്ഞ് പോയിട്ട് അതിൽ കയറിയിരിക്കും, അതിൽ നിന്ന് ഇറങ്ങില്ല. അപ്പം നിരന്തരം ഇങ്ങനെ അതിൽ കയറിയിരുന്നു. അങ്ങനെയാണ് മകന് ഹിരണ്യകശിപു എന്ന് അദ്ദേഹം പേരിട്ടത്, കശിപ പ്രജാപതി. അപ്പം അങ്ങനെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ കണ്ട് വൈദിക ആചാരങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരാളായിരുന്നു ഹിരണ്യകശിപു. അപ്പോൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും ജനിക്കാനുള്ള മുൻപിൽ അവരുടെ ഒരു എന്താ പറയണ്ട പൂർവ്വകഥയുണ്ട്. ആ പൂർവ്വകഥയിൽ എന്താണ് വരുന്നത്? ഇവർ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിൽ കാവൽക്കാരായിരുന്ന ജയവിജയന്മാരാണ്. ഈ ജയനും വിജയനും ഭഗവാന് അകത്തിരിക്കുന്ന ഭഗവാനെ കാണാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരകത്തോട്ട് കടത്തി വിടണോ എന്നുള്ള സെക്യൂരിറ്റി ജീവനക്കാർ. അപ്പം ഇങ്ങനെ കാവൽക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അഹങ്കാരമാണ്. ഞങ്ങൾ ഭഗവാന്റെ കാവൽക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഭഗവാനെ ആർക്കും കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു ഹുങ്ക് അവർക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സനകാദി മുനികൾ എന്ന് പറഞ്ഞ ബാല്യത്തിലെ തന്നെ സന്യാസം സ്വീകരിച്ച വളരെ ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാരാണ് 4 പേര്. അപ്പോൾ അവർ വന്നു, അവർ കാണാൻ വന്നപ്പോൾ പറഞ്ഞു പറ്റില്ല, കയറാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഭഗവാനെ കാണാം, ശ്രീഹരിയെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെയധികം നിർബന്ധം പിടിച്ചു. അപ്പോൾ ഈ സനകാദി മുനികൾ ശപിക്കുകയാണ് ജയവിജയന്മാരെ, നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് 4 ജന്മം ജനിക്കട്ടെ, ദുഷ്ടന്മാരായിട്ട് ജനിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കുക. കാരണം വെച്ചാൽ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഋഷിമാരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജനിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കൊടിയ അവസ്ഥ. ഭൂമിയിൽ ജീവിച്ച് മനുഷ്യരുടെ പോലെ ജീവിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കുന്നവർ വളരെ കൊടിയ അവസ്ഥയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി, എന്തായാലും സംഭവിച്ചില്ല. അപ്പോൾ ശ്രീഹരി വിഷ്ണു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിർദ്ദേശിച്ചു, നിങ്ങൾക്ക് എന്തായാലും ശാപം എന്തായാലും തിരിച്ചെടുക്കാൻ പറ്റില്ല, മുനിമാരുടെ ശാപമാണല്ലോ, നിങ്ങളത് അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ ശാപത്തിന് 2 കണ്ടീഷൻസ് വയ്ക്കാം, 2 നിബന്ധനകൾ വയ്ക്കാം. ഒന്നിൽ നിങ്ങൾക്ക് നല്ല മനുഷ്യരായിട്ട് ഭഗവത് പൂജയൊക്കെ ചെയ്ത് ഭഗവാനെയൊക്കെ പൂജിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീർഘനാൾ ജീവിച്ചതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് വരാം. അത് വേണോ? ഭയങ്കര ദുഷ്ടന്മാരും ക്രൂരന്മാരുമായിട്ട് ജീവിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറില്ല, ഞങ്ങൾക്ക് കുറേ നാൾ ജീവിക്കാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞങ്ങൾ ദുഷ്ടന്മാരായിട്ട് ജന്മമെടുത്തിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഇവർ ഭൂമിയിൽ പല പല ജന്മങ്ങളിൽ ഇവർ ജന്മമെടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും കശിപ പ്രജാപതിയുടെയും ദീദിയുടെ മക്കളായിട്ട് ഒരു ജന്മത്തിൽ വരുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ മരണത്തോടനുബന്ധിച്ച് വളരെയധികം ക്രുദ്ധനായി, എങ്ങനെയെങ്കിലും തൻ്റെ സഹോദരൻ്റെ വധത്തിന് കാരണക്കാരനായിട്ടുള്ള വിഷ്ണുവിനെ വധിക്കണം. വിഷ്ണുവിനെ വധിക്കണമെങ്കിൽ നിസ്സാര കാര്യമൊന്നുമില്ല, കാരണം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും എല്ലാത്തിനെയും സ്ഥിതി കൊണ്ട് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഭഗവാനെ അങ്ങനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വരം ആവശ്യമാണ്. അപ്പോൾ ഭഗവാനെ നിഗ്രഹിക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ വരങ്ങൾ നേടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തപസ്സാണ് വേണ്ടത്. അന്നൊക്കെ അങ്ങനെയാണ്, തപസ് ചെയ്താണ്, വലിയ ശക്തി ആർജിച്ചാണ് ആളുകൾ കൂടുതൽ കഴിവുകൾ നേടുന്നത്. അപ്പോൾ അതിനു വേണ്ടി തപസ് ചെയ്തിട്ട് കഴിവുകളൊക്കെ നേടി ഭഗവാനെ വധിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തപസ്സിനായിട്ട് പോകാം എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാതു ഗർഭിണിയാണ് എന്നറിയുന്നത്. അപ്പം കയാതുവിൻ്റെ വയറ്റിൽ ഹിരണ്യകശിപുവിൻ്റെ കുട്ടി ഉള്ള സമയമാണ്. അപ്പോൾ ശരി, എന്നാലും ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശിപു 1000 വർഷം തപസ് ചെയ്തു എന്ന് പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഇന്നത്തെ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ ആലോചിക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനോ ഒരു സാങ്കത്യവുമില്ല. അപ്പോൾ അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പോവുകയാണ്. തപസ് ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ കയാതു എന്താ തീരുമാനിച്ചത്? 2 വിഷയങ്ങൾ കയാതുവിൻ്റെ മനസ്സിൽ. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ട് ജനിക്കുന്നവൻ അതിക്രൂരനായിരിക്കുമല്ലോ. ഈ അതിക്രൂരനായിട്ടുള്ള മകൻ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫലം എന്താണ്?
അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ പ്രതികാര മനസ്സോടുകൂടിയാണ് ആ മനുഷ്യൻ കഴിയുന്നത്. ആ മനുഷ്യൻ്റെ മകനാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കുന്നതല്ല. മറ്റൊന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഭർത്താവ് അടുത്ത് വേണം എന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ ഭർത്താവ് ഉള്ളപ്പോഴേ ഞാൻ പ്രസവിക്കൂ എന്നുള്ളത്. അപ്പം ഈ രണ്ട് തോന്നലുകളിൽ ഏത് തോന്നലാവും? കയാതു അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ വയറ്റിൽ തന്നെ കരുതി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള എത്ര നാൾ ഹിരണ്യകശിപു ഈ തപസ്സനുഷ്ഠിച്ചു അത്രയും നാൾ കയാതു പ്രസവിക്കാതെ കുട്ടിയെ വയറ്റിൽ തന്നെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വയറ്റിൽ കുട്ടി വയറ്റിലുള്ള കയാതു ഇവിടെ കൊട്ടാരത്തിലിരിക്കുന്നു. ഹിരണ്യകശിപു തപസ് ചെയ്യാനും പോയി. ആ സമയത്ത് ഇന്ദ്രൻ ചിന്തിച്ചത് ഹിരണ്യകശിപു ഭയങ്കര ദ്രോഹിയാണ്, ഭയങ്കര ദുഷ്ടതരങ്ങളാണ് ചേട്ടനും ചെയ്ത് അനിയനും ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ മക്കൾ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ദ്രോഹമായിരിക്കും. അപ്പോൾ ആ കുട്ടി ജനിക്കാതിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ കയാതുവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയാതുവിനെ തട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിച്ച് കൊല്ലണം എന്നൊക്കെ തീരുമാനിച്ചപ്പോൾ നാരദർ വന്നിട്ട് പറയും അങ്ങനെ ചെയ്യരുത്, ഒരു സ്ത്രീയാണ്, അവർ പ്രത്യേകിച്ചും ഗർഭിണിയാണ്, അങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ പാടില്ല. പക്ഷെ കുട്ടിയുടെ കാര്യത്തിലല്ലേ നിങ്ങൾക്ക് ഇത്ര വ്യാകുലതയുള്ളത്? കുട്ടി നല്ല രീതിയിലുള്ള അന്തരീക്ഷത്തിലൊരു കുട്ടി വളരുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവ ക്രമീകരണങ്ങൾ അങ്ങനെയായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് എൻ്റെ ആശ്രമത്തിൽ കയാതുവിനെ നമുക്ക് നിർത്താം, അവിടെ ഇരിക്കട്ടെ, ഗർഭിണിയായ സ്ത്രീ ആ ആശ്രമത്തിലിരിക്കട്ടെ. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുന്നതും അതുപോലെ ഭഗവത് കഥകൾ കേൾക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്. കാരണം കുട്ടികൾക്ക് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഗ്രഹിക്കുവാനും അതൊക്കെ കേട്ട് അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുവാനുള്ള വളരെയധികം കഴിവുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ പ്രാണനായിട്ട് വന്നിരിക്കുന്നത് ശ്രീഹരി വിഷ്ണുവാണ്. നമ്മുടെ എല്ലാ ഉള്ളിലുള്ളത് ഭഗവാൻ ശ്രീഹരി തന്നെയാണുള്ളത്. അപ്പോൾ ഭഗവത് ചൈതന്യമുള്ള അവരുടെ വയറ്റിലുള്ള ആ ജീവൻ്റെ അംശത്തിന് ഇത് കേട്ട് നല്ല രീതിയിൽ വളരാൻ സാധിക്കും എന്ന് നമുക്കത് കാണാം. പക്ഷേ ഇപ്പോഴെന്താ എല്ലാവരും ചെയ്യണ്ടോ? അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ലേ? ഷോഡശക്രിയകൾ ചെയ്യേണ്ടതാണ് ഹിന്ദു അല്ലേ? ഹിന്ദു എന്ന് പറയാൻ പോലും ഹിന്ദുവിന് ഇപ്പോൾ നാണക്കേടാണ് അല്ലേ? ഒരു ചന്ദനം തൊടാനോ അല്ലെങ്കിൽ ഒരു കുറി തൊടാനോ ഹിന്ദു എന്ന് പുറത്ത് പറയാനോ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എന്തോ നാണക്കേട് പോലെയാണ്. മറ്റു മതസ്ഥർക്ക് അതില്ല, അവരെ വളരെ അഭിമാനത്തോടെയാണ് അവരുടെ മതം അവർ പറയുന്നത്. പക്ഷെ ഹിന്ദുവിന് അങ്ങനെയല്ല. കാരണം വെച്ചാൽ ഹിന്ദു സ്വന്തം പൈതൃകത്തിൽ അഭിമാനിക്കുന്നില്ല. അഭിമാനിക്കുന്നത് എങ്ങനെയാണ്? അഭിമാനിക്കാൻ തക്കവണ്ണം ചുറ്റുപാടുകൾ അവനെ അനുവദിക്കില്ല. നമ്മളെ എപ്പോഴും ഇങ്ങനെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കും. പൊട്ട് കൊട്ടാറിനെ കളിയാക്കും. 2 ദിവസം കൂടുതൽ അമ്പലത്തിൽ പോയ ഉടനെ അയൽക്കാർ ചോദിക്കും, ഇത്രയും ഭക്തിയൊന്നും വേണ്ട കേട്ടോ, ഭക്തി ഭ്രാന്താണെന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ദേവാലയങ്ങളിൽ എപ്പോഴും പോകുമ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല, അവർക്ക് പോവാം, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ല, അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങൾ, നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെ, നമ്മളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. ശരിയാണ്, നിങ്ങൾ നിങ്ങളുടെ മതത്തിലൊക്കെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നല്ലതാണ്. പക്ഷേ ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ പോകാനോ അവരവരുടെ കഥകൾ പറയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ട് അല്ലെങ്കിൽ വളരെ നാണക്കെട്ട കാര്യം പോലെ ആയിട്ട് നമ്മളെ മനഃപൂർവ്വം നമ്മുടെ മനസ്സിനെ നിരുത്സാഹപ്പെടുത്തും. അപ്പം നമ്മളെന്ത് ചെയ്യും? മറ്റുള്ളവർ മുമ്പിൽ നമുക്കെപ്പോഴും നാണക്കേടാണല്ലോ, നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തി നമ്മളെങ്ങനെ വിരാട ഹിന്ദുക്കളാണ് നമ്മൾ. നമ്മുടെ ഈശ്വരന്മാരെന്താ ചെയ്യുന്നത്? അവതാരം എടുക്കുകയാണ് ചെയ്യുന്നത്. അവതാരം എടുക്കുന്നത് എന്തിനാ? അധർമ്മത്തിനെ നശിപ്പിക്കാനാണ്. അധർമ്മത്തിനെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അവതാരം കൊള്ളുന്ന ഭഗവത് ചൈതന്യങ്ങളുള്ള ഒരു സംസ്കാരമാണ് സനാതനധർമ്മം. നമ്മുടെ ധർമ്മമാണ്. അല്ലാതെ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു മതം ഉണ്ടാക്കിയതല്ല. ഒരു മതമല്ല, ഇതൊരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ്. ഈ സംസ്കാരത്തിൽ ധർമ്മത്തിനാണ് വില. അധർമ്മത്തിനെ നശിപ്പിക്കുക, ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുക, ഇതൊക്കെയാണ് സനാതന ധർമ്മത്തിൽ പറയുന്നത്. നമ്മൾ ധർമ്മത്തിൽ ജീവിക്കുക. നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണം അല്ലേ? ലോകത്തിലുള്ള എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അല്ലാതെ ഞാനും എൻ്റെ മതത്തിലുള്ളവരും എൻ്റെ സമുദായത്തിലുള്ളവരും മാത്രമല്ല, എല്ലാവരും ജീവിക്കട്ടെ. എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുകയാണ് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുമ്പോൾ മറ്റുള്ളവർ നമ്മളെ എന്താ ചെയ്യുന്നത്? അവർ നമ്മളെ താഴ്ത്തി കെട്ടിയിട്ട് നമ്മളെ ചെറുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഉത്കൃഷ്ടരാണ്, നമ്മൾ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ജനതയാണ്, നമ്മളാണ് ഈ ലോകത്തിൽ സമാധാനം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന, ധർമ്മം സ്ഥാപിച്ചിരിക്കുന്ന ആൾക്കാർ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മളെ ആരുടെയും കുടുംബങ്ങളിൽ തന്നെ ഇല്ല. നമ്മളെന്ത് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരങ്ങളില്ല.
അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ പലപ്പോഴും വഴിതെറ്റിപ്പോവുക അല്ലേ. അവർ മറ്റു മതക്കാരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ വളരെയധികം സന്തോഷത്തോടെയോ അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടെ അത് കേൾക്കാൻ പോവുകയും അവരുടെ വസ്ത്രധാരണ അനുകരിക്കാനൊക്കെ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ജീവിത രീതി, നമ്മുടെ സംസ്കാരം, നമ്മുടേതായിട്ടുള്ള ജീവിത ശൈലികൾ. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. അപ്പം നമ്മൾ ഈ കഥകൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊക്കെ കിട്ടുന്ന വിവരം അതാണ്. കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മൾ അഭിമാനിക്കണം, അതിനെ ആദരിക്കുകയും അതിനെ നമ്മൾ പിന്തുടരാനും ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ വഴി കാട്ടിക്കൊടുത്താൽ മാത്രമേ ഈ ലോകത്ത് സമാധാനവും അതുപോലെ തന്നെ സന്തോഷവും നിലനിൽക്കുകയുള്ളൂ. വേറെ ഏതൊരു മതത്തിലെയും പോലെയല്ല, നമ്മൾ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കേണ്ടവരാണ്. അപ്പം ധർമ്മം എപ്പോഴും മുന്നിൽ നിൽക്കണം. നമ്മുടെ എല്ലാ പുരാണത്തിലും മനുഷ്യത്തിലും വാക്കുകളിൽ നോക്കിയാൽ ധർമ്മത്തിനാണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് തന്നെ ഹിരണ്യകശിപു ഇങ്ങനെ തപസ്സിന് പോയ സമയത്ത് നാരദൻ്റെ ആശ്രമത്തിൽ കഴിയുന്ന കയാതുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് നാരദൻ്റെ ആശ്രമത്തിൽ എന്തായിരിക്കും, നാരദൻ എപ്പോഴും എന്താ പറയുക, നാരായണ നാരായണ. അപ്പം നാരായണ നാരായണ പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഭഗവത് കഥകളാണ് കയാതുവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് കേൾക്കുന്ന കയാതുവിലൂടെ ഈ വയറ്റിലുള്ള കുഞ്ഞും ഇതൊക്കെ തന്നെയാണ് കേട്ടത്. അപ്പം നാരായണൻ എന്ന് പറയുന്നതാണ് ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും, അതുപോലെ തന്നെ ഭഗവാനാണ് സർവ്വതും എന്നൊക്കെ കുട്ടി മനസ്സിലാക്കുകയാണ് വയറ്റിൽ കിടന്ന് തന്നെ. അത് മാത്രമല്ല, ഇത്രയും വർഷമല്ലേ കിടക്കുന്നത്, ഈ ഹിരണ്യകശിപു തിരിച്ചു വരുന്നത് വരെ വയറ്റിൽ കഴിയാണ്. അപ്പോൾ അത്രയും കഴിയുന്ന സമയത്ത് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഓരോ ഓർമ്മശക്തിയിലും ഒരൊറ്റ നാമമുള്ളൂ, നാരായണൻ. ഭഗവാനെക്കുറിച്ച് മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി അപ്പോൾ വരം ചോദിക്കുകയാണ്. വരം ചോദിക്കുമ്പോൾ എനിക്ക് മരണമാണ്. പറഞ്ഞു അങ്ങനെയല്ല, മനുഷ്യജന്മം എടുത്ത എല്ലാവർക്കും മരണമുണ്ട്, മരിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് അതൊന്നും നടക്കില്ല. അപ്പോൾ പറഞ്ഞു എന്നാൽ എന്നെ ആരും കൊല്ലാൻ പാടില്ല എന്നുള്ളവരെ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കണം, എങ്ങനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പറയണത്. പറഞ്ഞ് ഒരായുധം കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റില്ല, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, അസുരൻ കൊല്ലരുത്, ദേവൻ കൊല്ലരുത്, ഇങ്ങനെയൊക്കെ കുറേയധികം നിബന്ധനകൾ വെച്ചിട്ട് പറയും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ബ്രഹ്മാവിനോട് പറയുന്നത്, ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളാൽ ഒന്നും തന്നെ ഞാൻ മരിക്കാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു. അപ്പം ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാലും ഹിരണ്യകശിപുവിനെ വധിക്കാൻ സാധിക്കില്ല. അപ്പം ബ്രഹ്മാവിന് ആശ്വാസമായി. ഇത്രയൊക്കെ ഇങ്ങനെയെല്ലാം പറഞ്ഞല്ലോ, എന്തെങ്കിലും അവസാനത്തെ കാര്യത്തിൽ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ സൃഷ്ടികളാൽ നീ വധിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ദുഷ്ടത്തരങ്ങളൊക്കെ തുടങ്ങാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഹിരണ്യകശിപു സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പോഴാണ് നാരദൻ്റെ ആശ്രമത്തിലുള്ള കയാതുവിനെ കൊട്ടിക്കൊണ്ട് വരുന്നത്. അതിന് ശേഷമാണ് കയാതു കുഞ്ഞുണ്ടായി. അപ്പോൾ കുഞ്ഞുണ്ടായ സമയത്ത് തന്നെ കുഞ്ഞിനെ ആവശ്യമായ കാര്യങ്ങളൊക്കെ നടത്തി അതിന് ശേഷം അവൻ കളിക്കാനൊക്കെ പോകുന്നു. അപ്പോൾ മറ്റുള്ള കൊച്ചു കുട്ടിയാണ്, അപ്പോൾ ഗുരുകുലത്തിൽ പോയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കളിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് മറ്റു കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഈ കുഞ്ഞുണ്ടായ സമയത്ത്, അതാണ് കുഞ്ഞുണ്ടായ സമയത്ത് കയാതുവിന് വലിയ സന്തോഷമായി. ഭർത്താവ് വരവൊക്കെ ആയിട്ട് തിരിച്ചു വന്നു, പിന്നെ നല്ലൊരു കുട്ടി ഉണ്ടായി, സന്തോഷമുണ്ടായി. വളരെയധികം ആഹ്ലാദത്തോടെയാണ് കുഞ്ഞിൻ്റെ വരവിനെ കയാതു സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കുഞ്ഞിന് പ്രഹ്ലാദൻ എന്ന് പേര് കിട്ടിയത്. അതിയായ സന്തോഷം, അതിയായ ആനന്ദമുണ്ടായി. അപ്പോൾ ആ കുഞ്ഞിനെ, അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ പേര് പ്രഹ്ലാദൻ എന്ന് വന്നത്. അങ്ങനെ അമ്മ ആ കുഞ്ഞിനെ കൂട്ടി ഇങ്ങനെ ജീവിക്കുക. അപ്പോൾ ആ കുഞ്ഞ് കുറച്ച് വലുതായി കളിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് മറ്റു കുട്ടികൾ വരൂ നമുക്ക് കളിക്കാൻ പ്രഹ്ലാദം എന്ന് പറയുമ്പോൾ പ്രഹ്ലാദൻ വേണ്ട, എനിക്ക് ഭക്തിയുടെ സമയമാണ്, ഭക്തിക്കുള്ള സമയമാണ് നമ്മളിങ്ങനെ വെറുതെ കളിച്ച് കളയുന്നത്, അതുകൊണ്ട് നമുക്ക് ഭക്തിയാണ്ട് വേണം, ഭഗവാനെ സേവിക്കലാണ് നമ്മളുടെ ജോലി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കുട്ടികൾക്ക് വിചിത്രമായിട്ട് തോന്നി. എന്താ ഭക്തി? നമ്മളാണെങ്കിലോ പ്രായമായാലും ഭക്തിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഈ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഘട്ടത്തിലെത്തിയാലും നമ്മൾ ഭക്തി, അപ്പം നമ്മൾ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്താ, കാഷായവേഷമൊക്കെ ധരിച്ച് രുദ്രാക്ഷമൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ ഹരേ രാമ ഇങ്ങനെ പറഞ്ഞിട്ട് പോകണം എന്നാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല. ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും സർവം കൃഷ്ണാർപ്പണമസ്തു അർത്ഥമുള്ളൂ. അതായത് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ഭഗവാനുള്ള സമർപ്പണമായിട്ട് ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ പോലും രാവിലെ ഭക്ഷണം പാകം ചെയ്യുന്നു, അതും ഭഗവാനുള്ള സമർപ്പണം, ഞാൻ ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുകയാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക.
നമ്മൾ കുളിക്കുമ്പോൾ പോലും അതിന് പോലും ഉണ്ടല്ലോ അല്ലേ, സനാതന ധർമ്മത്തിൽ എല്ലാത്തിനും ശ്ലോകങ്ങൾ. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തൊട്ട് നമുക്ക് ഓരോന്നിനും ഓരോ ശ്ലോകമുണ്ട്. ആ ശ്ലോകങ്ങൾ അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് രാവിലെ എണീറ്റ് നമ്മുടെ കൈകൾ നോക്കി. എന്തിനാ നമ്മുടെ കൈകൾക്ക് നോക്കുന്നത്? നമ്മുടെ സ്വന്തം കൈകൾ, നമുക്ക് ഈ കൈകളും കാലുകളൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ടല്ലേ. നമ്മൾ അതിനനുസരിച്ച് ധാർമ്മികമായിട്ടുള്ള ജീവിതചര്യയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവാൻ എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ രാവിലെ തന്നെ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ അംഗങ്ങളെ നോക്കി ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്നിച്ചാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. എന്തിനാ ഭൂമിയെ തൊടുന്നത്? നമ്മളിനി ഒരു ദിവസം മുഴുവൻ ഭൂമിയിൽ ചവിട്ടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ജീവിയെയും ദ്രോഹിച്ചില്ലെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ കാലിനടിയിൽ പോയി വല്ല ഉറുമ്പോ എന്തെങ്കിലും മരിക്കുകയോ വല്ലതും ചെയ്താൽ അതിൻ്റെ പാപം പോലും നമുക്ക് വരരുത്. അപ്പം നമ്മൾ അതിനു പോലും ഭൂമിയെ വന്നിച്ചോടും. ഭൂമിദേവി, എൻ്റെ ഭാരം ഇന്ന് മുഴുവൻ നീ ഏൽക്കാൻ പോവുകയാണ്, അപ്പോൾ അതിൽ നീ ക്ഷമിക്കണം, എന്നിൽ നിന്നൊരു തെറ്റുണ്ടാവരുതെന്നാണ് പറയുന്നത്. വേറെ ഏത് ധർമ്മത്തിന്, വേറെ ഏത് മതത്തിനാണത് പറയാൻ സാധിക്കുക? അതാണ് സർവ്വതിലും ഈശ്വരാംശത്തെ കാണുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത്. സകലത്തിലും ഈശ്വരനെ കാണുക. ഞാൻ ഈശ്വരനാണെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈശ്വരന്മാരാണ്. അപ്പം നിങ്ങളിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ജീവൻ തന്നെയാണ്, ഒരേ പ്രാണൻ തന്നെയാണ്, ഒരേ ആത്മാവ് തന്നെയാണ്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രീഹരി വിഷ്ണു ആണ് പരമാത്മാവ്, പരമമായ ആത്മാവ് ആണ് ഭഗവാൻ ശ്രീഹരി വിഷ്ണു. ഭഗവാന്റെ ആത്മാവിനെ പകുത്ത് നമുക്ക് ഓരോരുത്തർക്കും തന്നാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വഹിക്കുന്ന ആത്മാവ് ആരുടേതാണ്? ഭഗവാന്റെയാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആ ആത്മാവ് ഭഗവാനെ തിരിച്ചു ലയിക്കുന്നു. അപ്പം നമ്മൾ ഭഗവാന്റെ ഒരു അംശമാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ് എന്നൊരു ചിന്ത വരുമ്പോൾ മറ്റൊരാളെയും ഭഗവാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരാളെ ഭഗവാനായിട്ട് കാണാൻ സാധിച്ചാൽ അവരോട് അങ്ങനെയല്ലേ നമുക്ക് പെരുമാറാൻ തോന്നുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. സർവ്വകാര്യങ്ങളും നമ്മൾ രാവിലെ എണീറ്റ് വൈകുന്നേരം കിടക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതാണ് ധർമ്മം, അതാണ് നമ്മുടെ ധർമ്മം. അങ്ങനെയാണ് നമുക്ക് ധാർമ്മികമായി ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ പ്രഹ്ലാദൻ ഇങ്ങനെ ചെറിയ കുട്ടിയായിരിക്കണം, 5 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗവാനെക്കുറിച്ചാണ് പറയുന്നതെല്ലാം. നാരായണനെക്കുറിച്ച്, നാരായണനെ കാര്യങ്ങൾ ചിന്തിക്കണം, ഭഗവാനെക്കുറിച്ചുള്ള ഭക്തി. അപ്പോൾ കുട്ടികൾ കളിക്കാൻ വിളിക്കുമ്പോൾ വരും നമുക്ക് സത്സംഗം ചെയ്യാമെന്നാണ് പറയുക. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? സജ്ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യുക അല്ലേ. നമ്മളെന്താ പറയുക, നമ്മളെന്താ സമയം കിട്ടുമ്പോഴേ ഗോസിപ്പ് ചെയ്യും അല്ലേ. അവളുടെ സാരി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആഭരണത്ര ഇങ്ങനെ കണ്ടില്ലേ, നമുക്ക് അവരുടെ ജീവിതം കണ്ടു, അവർക്ക് അങ്ങനെ ബഹളമാണ്, അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വേണം. അപ്പോൾ മറ്റുള്ളവർക്ക് ദുഃഖം വരുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ അല്ലേ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ സന്ധ്യാനാമം ജപിക്കേണ്ട സമയത്ത് വിളക്ക് പോലും കത്തിക്കാതെ എല്ലാവരും സീരിയലിൻ്റെ മുമ്പിലിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സീരിയലിന് അഡിക്റ്റ് ആവുന്ന ആളുകൾ? വേറെ ഒന്നും കൊണ്ടല്ല, മനുഷ്യ അതിനകത്ത് മുഴുവൻ കലഹമാണ്, കലഹം. രാത്രി സന്ധ്യ എന്ന് പറയുന്നത് പ്രദോഷ സന്ധ്യ അല്ലേ, നമ്മൾ രാവിലെ അല്ല രാത്രിയല്ല, അങ്ങനെ ഒരു വളരെയധികം വളരെ വ്യത്യസ്തമായിട്ടും വളരെ ശക്തിയേറിയ ഒരു സമയമാണത്. പകൽ പോയിട്ടില്ല, രാത്രി വന്നിട്ടില്ല, അങ്ങനെ ഒരു സമയത്ത് വിളക്ക് കൊളുത്തി നാമം ജപിക്കേണ്ട സമയമാണ്. എല്ലാ ക്ഷുദ്രശക്തികളെ അകറ്റി വയ്ക്കുക. അങ്ങനെ അന്തരീക്ഷം പരിപാവനമാക്കേണ്ട സമയത്ത് നമ്മളെന്താ ചെയ്യുക? നമ്മളെ എല്ലാവരെയും ഓരോ മനുഷ്യർ വിചിത്രങ്ങളായിട്ടുള്ള പോരുകൾ, അമ്മായിമ്മ മരുമോളുമായിട്ടുള്ള പോര്, നാത്തൂനുമായിട്ടുള്ള പോര്, ഭർത്താവ് ഭാര്യയെ ഇടിക്കുന്നു, ഭർത്താവുമായിട്ടുള്ള വഴക്കുകൾ, ഇതൊക്കെ കണ്ടിട്ട് വല്ലവൻ്റെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ ഇതൊക്കെ കണ്ട് ആ നിലവിളിയൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അത് ഹിന്ദു കുടുംബങ്ങളിലേ ഉള്ളൂ. നോക്കിയാലേ അറിയാം, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഈ സീരിയലിന് അഡിക്റ്റ് ആവുക. അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ കണ്ടാണ് നമ്മളെ ജീവിതം, നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല സമയങ്ങൾ നമ്മൾ കളയുന്നിങ്ങനെ എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് അപ്പം തന്നെ നാരായണ ജപം ജപിച്ച് രാത്രി കിടന്നുറങ്ങുന്നവരെ നാരായണ ജപിക്കണം എന്നല്ല. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഭഗവാൻ നമുക്ക് തന്ന ഈ മനോഹരമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സന്തോഷത്തോടെ ഓർക്കുകയും നാമങ്ങൾ ജപിക്കുകയും വേണം. അപ്പം ഇങ്ങനെ ഹിരണ്യകശിപുവിന് ആദ്യമൊന്നും മനസ്സിലായില്ല, മകൻ്റെ നാരായണ പ്രേമം മനസ്സിലായില്ല. അങ്ങനെ കുട്ടികളൊക്കെ കളിച്ച് കിടന്നപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശരി ഇനി ഗുരുകുലത്തിൽ വിടാം, ഗുരുകുലത്തിലാണല്ലോ അന്നൊക്കെ വിടുക. അപ്പോൾ നമ്മൾ ഈ ഗുരുകുല സമ്പ്രദായം തന്നെയായിരുന്നു നമ്മുടെ കുട്ടികളെ ബൗദ്ധികമായിട്ടും
അതുപോലെ തന്നെ ആത്മീയമായിട്ടും വാർത്തെടുക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും എല്ലാം പഠിച്ച് കുട്ടികൾ സനാതന ധർമ്മപാതയിൽ ജീവിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നു ഗുരുകുലങ്ങൾ. ആ ഗുരുകുലങ്ങളാണ് ആദ്യം തന്നെ ഈ സനാതനധർമ്മം നശിപ്പിക്കുന്ന ശക്തികൾ നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ ഗുരുകുലങ്ങൾ നശിപ്പിച്ചപ്പോൾ പിന്നീട് ഇല്ലാതായി. പിന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഗീത പറഞ്ഞു കൊടുക്കുകയും മഹാഭാരതമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ തന്നെ ഉണ്ടായിരുന്നു. അതും നിർത്തലാക്കി. അപ്പോൾ പതിയെ പതിയെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്താതായി. അപ്പോൾ അന്ന് ഗുരുകുലമുണ്ട്. അപ്പോൾ ആ ഗുരുകുലത്തിൽ കുട്ടിയെ വിട്ടു. അപ്പോൾ ഗുരുകുലം എന്താ, രാക്ഷസന്മാരുടെ ഗുരുകുലം അല്ലേ. അപ്പം ഹിരണ്യകശിപു ഒരു ഓർഡർ ഇറക്കിയിട്ട് ആരോ ആജ്ഞാപിച്ചിട്ടുണ്ട്, നാട്ടിൽ ഇനി ഞാനാണ് ദൈവം, ഹിരണ്യകശിപാണ് ദൈവം. അപ്പോൾ ഹിരണ്യകശിപയെ നമ എന്നേ പറയാൻ പാടുള്ളൂ, ആരും നാരായണ നമ ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ഗുരുകുലങ്ങളെ സന്യാസിമാരും അതുപോലെ തന്നെ ബാക്കി എല്ലാ മനുഷ്യരും എല്ലാവർക്കും ജീവനെ പേടിയല്ലേ. പണ്ടെങ്ങനെയല്ലേ ഹൈന്ദവരെ എല്ലാവരും മറ്റു മതങ്ങളിലേക്ക് പോകുന്ന എങ്ങനെയല്ലേ, പേടിച്ചിട്ടാണ്, ഭീഷണിപ്പെടുത്തിയാണ് മാറ്റുക. കാരണം വെച്ചാൽ എല്ലാവർക്കും ജീവനിൽ പേടിയാണ്. അപ്പോൾ നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് നമുക്കറിയാത്ത ഏതൊക്കെയോ മനുഷ്യർ പറയുന്നു, അവരുടെ ആ സമുദായത്തിലേക്ക് മാറുന്നു, നമുക്കറിയാത്ത പൂജകളോ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സന്യാസിമാർക്ക് പേടിയാണ്. അപ്പോൾ അവർക്ക് നാരായണനെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. നാരായണനേക്കാൾ വലുതല്ലേ നമ്മുടെ ജീവൻ. അപ്പം നാരായണനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവൻ പോവുമെങ്കിൽ അതിലും നല്ല നാരായണനെ കുറിച്ച് മിണ്ടണ്ട. അതാണിപ്പോൾ ഹിന്ദുവിൻ്റെ ഒരു അവസ്ഥ. ഹിന്ദു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കളിയാക്കുക. അതുകൊണ്ട് ഹിന്ദു എന്താ ഇപ്പം ചെയ്യണം, ഹിന്ദു എന്ന് പറയില്ല. ചന്ദനക്കുറി തുടങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചന്ദനക്കുറി തൊട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ എന്താ കുറി തൊട്ടിരിക്കുന്നത്, എന്തിനാ നിങ്ങൾ ഇത്ര ഭക്തി എന്തിനാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താണ് ഹിന്ദു ജീവിക്കുന്നത്. ഹിന്ദുവിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അപ്പോൾ ഈ സനാതനധർമ്മത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം പ്രഹ്ലാദന്, അമ്മയുടെ വയറ്റിൽ കിടന്ന് തന്നെ അറിയാം. അപ്പോൾ ഗുരുകുലത്തിൽ പോയപ്പോൾ അവരെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും അല്ല അവൻ പഠിക്കുന്നത്. അപ്പോൾ ഹിരണ്യകശിപുവാണ് ദൈവം, ഹിരണ്യകശിപുവാണ് വലുത് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയല്ല, നാരായണനാണ് എല്ലാം വലുത് എന്ന് പറയുക. കുറച്ച് നാളൊക്കെ നോക്കിയിട്ടൊന്നും ഗുരുവിന് ഇവനെ മാറ്റാൻ പറ്റണില്ല. അപ്പോൾ ഗുരുവിന് തന്നെ പേടിയായി. കാരണം വെച്ചാൽ അവിടെ ഗുരുകുലത്തിൽ വരുന്ന കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് സത്സംഗം നടത്തുകയാണ്. അവരെ എല്ലാം വിളിച്ചിരുത്തി നാരായണൻ്റെ കഥകൾ പറയുകയാണ്. കാരണം വെച്ചാൽ എന്താ, അത് കേട്ടത് മുഴുവൻ നാരദനിൽ നിന്ന് നാരായണൻ്റെ കഥകളാണ്. അപ്പോൾ കുട്ടികളെ വിളിച്ചിരുത്തി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ആകെ പ്രശ്നമായി. കാരണം ഗുരുവിന് മനസ്സിലായി ഇനി ഇവിടെ ഇവൻ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവിൻ്റെ തന്നെ കഥ കഴിയും. അപ്പോൾ വേഗം തന്നെ കുട്ടിയെ വിളിച്ച് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിരുന്നു, എന്നെ കൊണ്ടുപോയി പറ്റില്ല, അങ്ങ് തന്നെ അങ്ങനെ മകനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ശരി, അപ്പം എന്താണ് കാര്യം എന്നൊന്നും പറയണില്ലേ. അപ്പോൾ ചോദിച്ചു എന്താണ് നീ പഠിച്ചത് ഇത്രയും നാളും. അപ്പോൾ പറഞ്ഞു നാരായണനാണ് വലുത്, നാരായണനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പം നാരായണനോ, അത് നിന്നോട് ആരാ പറഞ്ഞത്, ഹിരണ്യകശിപുവിനെ കുറിച്ചല്ലേ നിന്നോട് പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, അച്ഛനെ പോലും സൃഷ്ടിച്ചത് നാരായണനാണ്, അതുകൊണ്ട് നാരായണനാണ് വലുത്. അപ്പോൾ അവൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഹിരണ്യകശിപുവിന് ഒട്ടും സഹിക്കുന്നില്ലത്. ഹിരണ്യകശിപു ചോദിച്ചാൽ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, ശത്രു ആണെങ്കിൽ ശത്രു തന്നെയാണ്. അപ്പോൾ ഇവനെ എങ്ങനെയും കൊല്ലണം എന്നായി. സ്വന്തം മകനെ കൊല്ലാമെന്ന് ശ്രമിക്കുകയാണ് അച്ഛൻ. അപ്പോൾ നേരിട്ട് കൊല്ലണില്ല. അപ്പം നാരദർ ഇതൊക്കെ കാണുന്നുണ്ട്. നാരദരെ ശ്രീഹരി വിഷ്ണുവിനോട് പറയുന്നത്, ഭഗവാനെ നോക്കൂ, ആ കുട്ടി അങ്ങയുടെ നാമം പറയുന്നത് കൊണ്ട് എന്തെല്ലാമാണ് അനുഭവിക്കുന്നത്. അപ്പോഴും ഭഗവാൻ പറയുന്നുണ്ട്, അവൻ്റെ അച്ഛൻ എന്നാണ് നേരിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അന്ന് ഞാൻ ഇടപെട്ടോളാം, അതുവരെ പേടിക്കേണ്ട, ബാക്കിയെല്ലാം ഞാൻ രക്ഷിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടി വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നു പോകണം. അപ്പം അങ്ങനെ എന്നാൽ ശരി, ഇവനെ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കാനായിട്ട് ആനയെ ഏർപ്പാട് ചെയ്യുന്നു. പ്രഹ്ലാദൻ ആനയുടെ മുമ്പിലെത്തുമ്പോൾ ആനയോട് പ്രഹ്ലാദൻ ചോദിക്കണം, നിനക്ക് നാണമില്ലേ, നന്ദിയില്ലേ നിനക്ക്, നീ കാണിക്കാൻ പോകുന്ന വലിയ നന്ദികേടല്ലേ. അപ്പം ആന ചോദിക്കും, ഞാൻ എന്ത് നന്ദികേടാ കാണിച്ചത്, നിന്റെ പൂർവികനായിട്ടുള്ള ഗജേന്ദ്രന് മോക്ഷം നൽകിയ ആ ശ്രീഹരി വിഷ്ണു അല്ലേ ഗരുഡാരൂഢനായി വന്ന് നിന്റെ മുതുമുത്തച്ഛനായിട്ടുള്ള നിന്റെ പൂർവികനായ ഗജേന്ദ്രന് മോക്ഷം നൽകിയത്. ആ ശ്രീഹരിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന എന്നെയാണോ നീ കൊല്ലാൻ നോക്കുന്നത്, ഇങ്ങനെയുള്ള നീ എത്ര നന്ദി കെട്ടവനാണ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ആന പിന്മാറും.
ആന ചവിട്ടില്ല പ്രഹ്ലാദനെ. അങ്ങനെ ആനയെ കൊണ്ട് കൊല്ലിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ നാം വിഷം കൊടുക്കാമെന്ന് വിചാരിച്ചു. വിഷം കൊടുത്തപ്പോഴെന്താ, വിഷത്തിലും ഭഗവാൻ ശ്രീഹരിയാണ് പ്രഹ്ലാദൻ കാണുന്നത്. അതുകൊണ്ട് അതും ഫലിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയ മലയിൽ നിന്ന് കുട്ടിയെ തള്ളിയിടാൻ പറഞ്ഞു. അങ്ങനെ വലിയ മലയിൽ നിന്ന് അവനെ തള്ളിയിട്ടപ്പോഴും ശ്രീഹരി അവനെ താങ്ങി നിർത്തി. അങ്ങനെ അവനെ ഒരു വിധത്തിലും കൊല്ലാൻ പറ്റുന്നില്ല. ഹിരണ്യകശിപുവിന് ആകെ ദേഷ്യമായി. എൻ്റെ ശത്രു എൻ്റെ വീട്ടിൽ തന്നെയാണ്, എൻ്റെ മകൻ തന്നെയാണ്, ഇവനെ ഞാൻ എങ്ങനെ കൊല്ലും? അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലണമല്ലോ. അപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഹിരണ്യകശിപു. അപ്പോൾ ഇവനോട് ചോദിച്ചു, നീ നാരായണൻ നാരായണൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആരാണ് നിൻ്റെ നാരായണൻ? ഞാൻ പറഞ്ഞു, അച്ഛാ സകല ജീവജാലങ്ങളിലും സകലതിലും ഉള്ളത് നാരായണൻ തന്നെയാണ്. ആ നാരായണൻ തന്നെയാണ് അങ്ങയുടെ ഉള്ളിലും ഉള്ളത്, എൻ്റെ ഉള്ളിലും ഉള്ളത്. നാരായണൻ തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ആധാരമായിട്ടുള്ളത്. ആഹാ, നിന്റെ നാരായണൻ എവിടെയെല്ലാം ഉണ്ട്? അപ്പം എല്ലായിടത്തും നാരായണൻ ഉണ്ട് എന്ന് പറയും. എല്ലായിടത്തും നാരായണൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ നാരായണനെ എനിക്ക് കാണാൻ പറ്റുമോ? എവിടെയൊക്കെ ഉണ്ട്? എല്ലായിടത്തും ഉണ്ട്. അപ്പോഴാണ് ശ്രീഹരി വിഷ്ണു മനസ്സിലാക്കുന്നത് പ്രഹ്ലാദൻ്റെ വിശ്വാസം, പ്രഹ്ലാദൻ്റെ ഭക്തിയിൽ ഉള്ള വിശ്വാസമാണ്. നാരായണൻ സർവ്വതിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ പറയുന്നത് ഒരു സംശയമില്ലാതെ. പ്രഹ്ലാദന് സംശയമില്ല നാരായണൻ എവിടെയെങ്കിലും ഇല്ല എന്നുള്ളത്, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഒട്ടും സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ ഒരാൾ നമ്മളെ കൊല്ലാൻ നിൽക്കുകയാണ്, അപ്പോൾ ഭഗവാൻ വന്ന് രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാൻ ഉണ്ട് എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടോ? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആ ഉറച്ച ഭക്തി, അതാണ് പ്രഹ്ലാദനുള്ളത്. പ്രഹ്ലാദൻ പറഞ്ഞു എല്ലായിടത്തും ഉണ്ട്. അപ്പം ശ്രീഹരി വിഷ്ണു പോലും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ സർവ്വതിലും ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവൻ എവിടെയായിരിക്കും പരിശോധിക്കുക, എന്നെ തിരക്കാൻ? അപ്പോൾ ഭഗവാൻ ഈ രൂപത്തിൽ സർവ വസ്തുക്കളിലും നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഹിരണ്യകശിപു ഏത് കൊട്ടാരത്തിനകത്തിരുന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, എന്തിലാണ് നിന്റെ നാരായണൻ ഉള്ളത്? അപ്പോൾ ഓരോന്നിലും ചോദിക്കുകയാണ്, സിംഹാസനം ഇതിലുണ്ടോ, സിംഹാസനത്തിലുണ്ടോ, ഈ കസേരയിലുണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രീഹരി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്രഹ്ലാദൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ സർവ്വതിലും ഉണ്ട്. അപ്പോൾ കസേരയിലും സിംഹാസനത്തിലും സകല വസ്തുക്കളിലും നരസിംഹരൂപമാർന്ന് ഭഗവാൻ ഇരിക്കുകയാണ്. എന്തിലാണ് തട്ടാൻ പോണെന്നറിയില്ല. അപ്പോഴാണ് ഹിരണ്യകശിപു ഈ സ്തംഭം, കാരണം സ്തംഭം ഈ തൂണ് എന്ന് പറയുന്നത് സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള തൂണാണ്. നമ്മുടെ ഇന്നത്തെ പോലെ തട്ടുപൊളിപ്പൻ ഉള്ളിൽ ഇങ്ങനെ ഓട്ടയുള്ള തൂണൊന്നുമല്ല, സോളിഡ് ഗോൾഡ് മൊത്തമായിട്ടുള്ള സ്വർണ്ണമാണ്. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിലെ തൂണാണല്ലോ. അപ്പോൾ ഹിരണ്യകശിപുവിന് നേരിട്ട് അറിയാമല്ലോ ഈ തൂണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ കട്ടിയായ സ്വർണം കൊണ്ടാണ്, ഇതിനകത്ത് വേറെ ഒന്നും ആർക്കും കയറി ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹിരണ്യകശിപു തൻ്റെ ഗദയെടുത്ത് ഒറ്റ അടി അടിക്കുന്നത് തൂണില്ല. അപ്പോഴാണ് തൂണ് പിളർന്നിട്ട് നരസിംഹമൂർത്തി അവതരിക്കുന്നത്. ഭയങ്കര ഭീകരമായൊരു ഗർജനത്തോടുകൂടി ലോകം മുഴുവൻ വിറപ്പിക്കുന്ന അതിഭീകരമായ ഗർജനം കൊണ്ട് സടയൊക്കെ കുടഞ്ഞ് ആ സിംഹരൂപിയായിട്ട് നേത്രങ്ങൾ സൂര്യനെ പോലെയാണ്. അപ്പോൾ 1000 സൂര്യന്മാർ ഉദിച്ചതുപോലെയാണ് ഭഗവാൻ പ്രത്യക്ഷനാകുന്നത്. അപ്പോൾ ഇവൻ മേടിച്ച വരത്തിൽ എന്താ പറഞ്ഞത്, ബ്രഹ്മാവിൻ്റെ സൃഷ്ടികൾ ആരും കൊല്ലരുതെന്നല്ലേ പറഞ്ഞത്. ഭഗവാൻ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ലല്ലോ, ബ്രഹ്മാവ് ഭഗവാന്റെ സൃഷ്ടിയല്ലേ. ഭഗവാന്റെ നാഭിയിൽ നിന്നുള്ള താമരയിലല്ലേ ബ്രഹ്മാവ് ഇരിക്കുന്നത്. ബ്രഹ്മാവ് മറ്റ് സൃഷ്ടികളെ സൃഷ്ടിച്ചെങ്കിലും ഭഗവാൻ സൃഷ്ടിച്ചതാണ് ബ്രഹ്മാവിനെ. അപ്പോൾ അവൻ്റെ ഒരു വരം, അപ്പോൾ അത് ശരിയാ, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ല ഭഗവാൻ. അപ്പോൾ മനുഷ്യനും അല്ല മൃഗവുമല്ല, യാതൊരു ആയുധങ്ങളും ഇല്ലാതെ ഭഗവാൻ നഖം കൊണ്ടാണ് അവൻ്റെ വയറ് കീറി അവനെ കൊല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ ആ രൗദ്രഭാവം കണ്ട് ലോകം മുഴുവൻ കിടുങ്ങി വിറക്കുകയാണ്. ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്യുകയാണ്, എല്ലാവരും ഭീതിയോടെ നോക്കുകയാണ്. പക്ഷെ അപ്പോഴും വളരെ അക്ഷോഭ്യനായിട്ട് പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്, ഭഗവാനെ നോക്കിക്കൊണ്ട് സ്തുതിച്ചോട് നാരായണ നാരായണ. അങ്ങനെ നിൽക്കാൻ ആർക്കാണ് കഴിയുക? അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ള ഭക്തി എന്ന് പറയുന്നത് ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും അവന് നാരായണനാണ്, അവന് ശ്രീഹരിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഭഗവാൻ
നമ്മുടെ രക്ഷയ്ക്കായി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവതരിച്ച് ഇങ്ങനെ കീറുമ്പോൾ മറ്റൊരു കഥയുണ്ട്. ഇങ്ങനെ ഭഗവാൻ അപ്പോൾ 20 കൈകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് 10 കൈകൾ 2 വശത്തും. ആ 10 കൈകൾ കൊണ്ടാണ് ക്രൗര്യം കൊണ്ട് ഇങ്ങനെ തൻ്റെ മടിയിലേക്ക് ഹിരണ്യകശിപുവിനെ എടുത്തു വെച്ച് ആ മാറും വയറും എല്ലാം നഖം കൊണ്ട് ഇങ്ങനെ പൊളിച്ചതിന് ശേഷം ആ കുടൽമാല എടുത്ത് കഴുത്തിലിടുന്നത്. അപ്പോൾ ഹിരണ്യകശിപു ചോദിച്ചത്രേ, എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ, 2 കൈയുള്ള എന്നെയാണോ 20 കൈ വെച്ചിട്ട് ആക്രമിക്കുന്നത്? അത് ധർമ്മമാണോ? ധർമ്മത്തിൻ്റെ വ്യക്താവല്ലേ ശ്രീഹരി, അപ്പോൾ ചെയ്യുന്നത് ധർമ്മമാണോ എന്ന് ചോദിക്കും. അപ്പം പറയും, ഞാനിപ്പോൾ ചെയ്യുന്നത് ധർമ്മമല്ല, അധർമ്മമാണെങ്കിലും ഇനി ഒരു ജന്മത്തിൽ നിനക്ക് 20 കൈ ഉണ്ടാകും, അന്ന് ഞാൻ 2 കൈയുള്ള ആളായിരിക്കും, അങ്ങനെയായിരിക്കും നിന്നെ വധിക്കുക എന്നാണ്. അടുത്ത ഹിരണ്യകശിപു പിന്നീട് രാവണനായിട്ട് ജനിക്കുമ്പോൾ 20 കൈ ഉണ്ടാവും, അന്ന് 2 കൈയുള്ള ശ്രീരാമചന്ദ്രനായിട്ടാണ് വധിക്കുക. അപ്പോൾ അങ്ങനെ ചോദിച്ചു എന്നൊരു കഥയാണ്. അതിലിങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുകയാണ്. നിഗ്രഹിച്ച ശേഷം ഭഗവാന്റെ കോപം അടങ്ങുന്നില്ല. ഭഗവാൻ ഭയങ്കരമായിട്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ നാരദൻ അപ്പോൾ പറയും, ആർക്കും മുന്നോട്ട് വന്ന് ഭഗവാന്റെ മുഖം നോക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ അങ്ങനെ പറയും, ലക്ഷ്മി ദേവിയോട് പറയും, ലക്ഷ്മി ദേവി ഒന്ന് ശാന്തനാക്കും അദ്ദേഹത്തെ. പറയും, ഇല്ല, എനിക്ക് ധൈര്യമില്ല, ഇങ്ങനൊരു രൂപത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പോഴാണ് നാരദർ പ്രഹ്ലാദനോട് പറയും, പ്രഹ്ലാദ, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഭഗവാൻ വന്നത്? ആ ഭഗവാൻ ഇങ്ങനെ വളരെ ക്രൂരമായ അട്ടഹാസത്തോടുകൂടി നിൽക്കുന്നത് ലോകം മുഴുവൻ നടുങ്ങി വിറക്കുകയാണ്, എങ്ങനെയും ഭഗവാനെ ശാന്തനാക്കൂ എന്ന് പറയും. ആ സമയത്താണ് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നത്. പ്രഹ്ലാദ സ്തുതി എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അത് കേട്ടാണ് സംപ്രീതനായി ഭഗവാൻ വളരെ ശാന്തനായി മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശാന്തനായി കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വരങ്ങളൊന്നും ആവശ്യമില്ല പ്രഭോ, അങ്ങയോടുള്ള ഭക്തി എന്നും അണയാതെ എൻ്റെ മനസ്സിൽ ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം അവന് പീഡനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടും ഭഗവാനോടുള്ള ഭക്തി ഒരിക്കലും പോകരുതേ എന്നാണ്. എൻ്റെ സ്വന്തം അച്ഛനിൽ നിന്നാണ് വിഷമങ്ങൾ അനുഭവിക്കുന്നത്. സ്വന്തം അച്ഛനാണ് കൊല്ലാൻ നോക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വര ഭക്തി ഉള്ളത് കൊണ്ട്, ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ് അച്ഛൻ മകനെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണ്? എനിക്ക് ഭഗവാനോടുള്ള ഭക്തി മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ട, എങ്കിലും എൻ്റെ അച്ഛൻ്റെ ഇങ്ങനെയുള്ള ദുഷ്ടതകളിൽ അങ്ങ് ക്ഷമിക്കണമേ, അച്ഛൻ ദുഷ്ടതകൾ ചെയ്തു, അതിൽ ക്ഷമിക്കണമേ എന്നും പ്രഹ്ലാദൻ പറയുന്നുണ്ട്. അപ്പം ഭഗവാനോടുള്ള ഭക്തിയാണ് എന്നും നമുക്ക് വേണ്ടതെന്നും ആ ഭക്തിയിൽ സ്നേഹം കലർന്നിട്ടുള്ള ഭക്തിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ അതിനേക്കാളേറെ ഇരട്ടിയിൽ സ്നേഹിക്കും. അപ്പോൾ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാൻ വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാകും. പക്ഷെ നമ്മളങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കാര്യം ഭഗവാനോട് ചോദിക്കും, കിട്ടിയില്ലെങ്കിലോ പിന്നെ അമ്പലത്തിൽ പോവില്ല, പിന്നെ ദൈവത്തിന് വേണ്ട. പക്ഷെ എന്നാൽ നമുക്ക് കിട്ടാനുള്ളത് നമ്മൾക്ക് അർഹതയുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള കാര്യം പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ലഭിക്കുമ്പോഴും നമ്മൾ അന്ന് ഭഗവാനെ എനിക്ക് തന്നില്ലെങ്കിലും ഇന്ന് എനിക്ക് തന്നല്ലോ എന്നുള്ളൊരു കൃതജ്ഞതയോ ഭഗവാനോടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കുറുക്കുവഴി മാത്രമാണ് ഭഗവാൻ. ഭഗവാനുള്ള ഭക്തിയോ സ്നേഹമോ അതെല്ലാം രണ്ടാമതാണ്. ഭഗവാനുള്ള സ്നേഹം വേണോ ഭക്തി വേണോ എന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു സംശയമാണ്. നമുക്കെന്താ, ഭഗവാനെ ചെന്ന് കാണുക, നമ്മളെ ആവശ്യങ്ങൾ പറയുക, ആവശ്യങ്ങൾ നടത്തി തന്നാൽ നമുക്ക് ഭഗവാനോട് ഇഷ്ടമാണ്, ആവശ്യങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ നമുക്ക് ഭഗവാനോട് വഴക്കാണ്. പക്ഷെ ഇങ്ങനെയാണോ നമ്മളുടെ ഭക്തി വേണ്ടത്? അല്ലെങ്കിൽ ഭഗവാൻ നമ്മളിൽ തന്നെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഭഗവാനാണ് നമുക്കെല്ലാം എന്നൊരു ചിന്ത നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാൻ പിന്നീട് കലികാലത്തിലും എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ മറ്റു പലർക്കും ദർശനമായിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതത്തിൽ ഭഗവാൻ നരസിംഹൻ വളരെയധികം ലീലകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശങ്കരാചാര്യരുടെ ശിഷ്യനായിട്ടുള്ള പത്മപാദരുടെ ആദ്യത്തെ പേര് സനന്ദൻ എന്നാണ്. പത്മപാദർ വഴിയാണ്. പത്മപാദർ വലിയ നരസിംഹ ഭക്തനായിരുന്നു. അദ്ദേഹം വഴിയാണ് ശങ്കരാചാര്യർ നരസിംഹമൂർത്തിയെക്കുറിച്ച് അറിയുന്നതിന്, അല്ലെങ്കിൽ നരസിംഹമൂർത്തിയോടുള്ള ഭക്തിയെക്കുറിച്ച് പോലും അദ്ദേഹം ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ ശങ്കരവിജയം എന്ന് പറയുന്ന ശങ്കരാചാര്യ കൃതിയിൽ നരസിംഹമൂർത്തിയെക്കുറിച്ച് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ ആ കൃതിയിലാണ് ഭഗവാൻ ശങ്കരാചാര്യർ പലതരത്തിലുള്ള ഘട്ടങ്ങളിൽ നരസിംഹമൂർത്തിയാൽ രക്ഷപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ നരസിംഹമൂർത്തി അവതരിച്ചത് ഇപ്പം നമ്മൾ പാകിസ്ഥാനിലുള്ള മുൾട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരം വരുന്ന അവിടെ വെച്ചിട്ടാണ് നരസിംഹമൂർത്തിയുടെ അവതാരം ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ നരസിംഹമൂർത്തിയുടെ സാന്നിധ്യം പ്രധാനമായിട്ടും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. 9 വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നരസിംഹമൂർത്തിയുടെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്. അതിൽ അഹോബലമാണ് പ്രധാനമായിട്ടുള്ളത്. അഹോബലത്തിൽ ധാരാളം സന്യാസിമാർ ഭഗവാനെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹോബലത്തിന് അത്രയധികം പ്രാധാന്യമുള്ളത്. അതായത് നരസിംഹമൂർത്തിയുടെ അവതാരം അന്ന് കാണാൻ സാധിക്കാത്ത യോഗിമാർ, സന്യാസിമാർ അവരെല്ലാം തന്നെ അഹോബലത്തിൽ പോയി. അഹോബലം എന്ന് പറഞ്ഞ വലിയ കാടുള്ള സ്ഥലത്താണ്. വലിയ ഒരു വളരെ മനുഷ്യർക്ക് അപ്രാപ്യമായിട്ട് അല്ലെങ്കിൽ പോകാൻ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. വനത്തിനുള്ളിലാണ്, ക്ഷേത്രമില്ല, തുറന്ന സ്ഥലത്താണ്, ഗുഹകളൊക്കെയാണ് ഉള്ളത്. അവിടെയാണ് അഹോബലം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഭഗവാൻ പല സന്യാസിമാർക്കും പല ആളുകൾക്കും പ്രത്യക്ഷനായിട്ടുണ്ട്, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അസർബൈജാനിൽ നിന്ന് ഒരു സ്ത്രീ ഒരിക്കൽ വരികയുണ്ടായി. ഇത് അധികം നാൾക്കും മുമ്പല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. അസർബൈജാനിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം ഉണ്ടായി സ്വപ്നത്തിൽ. എന്നിട്ട് പറഞ്ഞു, അഹോബലത്തിൽ വന്നിട്ട് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കൂ എന്ന് അവർക്ക് ഒരു നിർദ്ദേശം ഉണ്ടായി. അതനുസരിച്ചിട്ട് അവർ അഹോബലത്തിൽ വരികയുണ്ടായി. അഹോബലത്തിൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് പോലും കഴിയാൻ അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വളരെ വളരെ വിജനമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് എങ്ങനെ അവിടെ ബുദ്ധിമുട്ടി കഴിയാനാകുമെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള സന്യാസിമാരൊക്കെ അവരെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഇവിടെ കഴിയണ്ട, നിങ്ങൾക്ക് പറ്റിയത് കൃഷ്ണക്ഷേത്രമാണ്, വൃന്ദാവനത്തിൽ പോകൂ, അവിടെയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം, എനിക്ക് നരസിംഹമൂർത്തിയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഒരു ഗുഹയിൽ താമസാക്കി. ആ ഗുഹയിൽ താമസമാക്കിയിട്ട് അവരെന്നും നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവർ അവസാനം അവർക്ക് നരസിംഹമൂർത്തിയുടെ ദർശനം ഉണ്ടായി. അപ്പോൾ പല സമയത്തും അവർ ബഹളം ഉണ്ടാക്കുന്നതും പാത്രങ്ങളൊക്കെ വലിച്ചെറിയണതൊക്കെ ശബ്ദം കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു സന്യാസി അവരോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയത്? വലിയ ഒച്ചപ്പാടൊക്കെ കേട്ടല്ലോ രാത്രിയിൽ, എന്തായിരുന്നു കാര്യം? അത് നരസിംഹമൂർത്തിയെ ഞാൻ അത്താഴത്തിന് ക്ഷണിച്ചിരുന്നു. അത്താഴത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വരാൻ വൈകിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പാത്രം എടുത്ത് എറിഞ്ഞതാണത്രേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നരസിംഹമൂർത്തി എന്ന് പറയുന്ന വളരെ ഭീകരമായിട്ടുള്ള, അല്ലെങ്കിൽ നരനുമല്ല സിംഹമല്ലാത്തുള്ള ഉഗ്രമൂർത്തിയാണ്. ആ ഉഗ്രമൂർത്തിയെ പ്രീതിപ്പെടുത്തി സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ച്, ഭക്ഷണം കഴിക്കാൻ വൈകി വന്നപ്പോൾ സുഹൃത്തുക്കളൊക്കെ വരുന്നത് പോലെ വൈകി വന്നതിന് പാത്രം എടുത്തെറിഞ്ഞ് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് സാധിക്കുന്ന കാര്യമാണോ? അതാണ് സ്നേഹം. ആ സ്നേഹമാണ് നമുക്ക് ഭഗവാനുമായിട്ട് വേണ്ടത്. എന്തും നമ്മൾ ഭഗവാനെ അങ്ങനെ സുഹൃത്തായി കാണുകയോ അല്ലെങ്കിൽ സ്വന്തമായി കരുതി സ്നേഹിക്കുകയോ ചെയ്താൽ അന്ന് മുതൽ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. അതാണ്. അപ്പോൾ വളരെയധികം ആളുകൾക്ക് ഇങ്ങനെയുള്ള ധാരാളം പ്രത്യക്ഷ ഉദാഹരണങ്ങൾ സഹിതം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശങ്കരാചാര്യരാണെങ്കിൽ ശങ്കരാചാര്യർ ഈ സനന്ദൻ എന്ന് പറയുന്ന ആൾ ഒരിക്കൽ അദ്ദേഹത്തിന് ഈ നരസിംഹമൂർത്തിയോട് ഭയങ്കര സ്നേഹം. അപ്പോൾ എങ്ങനെയെങ്കിലും നരസിംഹമൂർത്തിയെ കാണണം എന്ന് പറഞ്ഞിട്ട് അത് അഹോബലത്തിൽ പോയിട്ട്, അദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ആന്ധ്രയിൽ പോലെ പോയി അഹോബലത്തിൽ പോയി പ്രാർത്ഥിച്ച് നരസിംഹമൂർത്തിയെ പ്രത്യക്ഷനാക്കി. നരസിംഹമൂർത്തി പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ ആ നരസിംഹമൂർത്തിയുടെ ഒരു കാര്യമേ അദ്ദേഹം ചോദിച്ചുള്ളൂ, എനിക്ക് അഭയം വേണം, എനിക്ക് സംരക്ഷണം തരണം, എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു അപകടത്തിലായാൽ അങ്ങ് വന്ന് രക്ഷിക്കണം, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ശരി, ആയിക്കോട്ടെ, ഞാനത് ചെയ്യാം എന്നാണ് പറയുന്നത്. അതനുസരിച്ച് പിന്നീട് ഒരു ഉത്തമനായ ഒരു ഗുരുവിന് വേണ്ടിയിട്ടാണ് സനന്ദൻ വടക്കേ ഇന്ത്യയിലോട്ട് യാത്രയാവുന്നത്. അന്നത്തെ കാലത്ത് വാരണാസിയിലാണ് ഈ ഗുരുക്കന്മാരായിട്ടുള്ള സന്യാസിമാരെ കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ വാരണാസി എന്ന് പറയുന്ന 2 നദികൾക്കിടയിലുള്ള ഒരു പ്രദേശമാണ് വാരണാസി. കാശി എന്നറിയപ്പെടുന്നത്. കാശി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പ്രകാശമാകുന്ന സ്ഥലം, അതാണ് കാശി. അന്ന് പണ്ടൊക്കെ ആളുകൾ ധ്യാനത്തിനാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങൾക്കാണെങ്കിലും ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനും ഒക്കെ വാരണാസിയിൽ അഥവാ കാശിയിലാണ് പോകുന്നത്. അങ്ങനെ സനന്ദൻ കാശിയിലെത്തി. അപ്പോഴാണ് ശ്രീ ശങ്കരാചാര്യർ, അന്ന് ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്നുള്ള അർത്ഥം, അന്ന് ശ്രീശങ്കരനാണ്. ശ്രീശങ്കരൻ അവിടെ കഴിയുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകണം എന്ന് പറഞ്ഞു. അപ്പോൾ സനന്ദന്
എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ ശങ്കരന്. അപ്പോൾ ശങ്കരൻ കുറേ നാൾ ഇയാളെ പരീക്ഷിച്ചതിന് ശേഷമാണ് ശിഷ്യനാക്കുന്നത്. സനന്ദനാണ് ശങ്കരാചാര്യരുടെ ആദ്യത്തെ ശിഷ്യൻ. അങ്ങനെയാണ് അദ്ദേഹം ശങ്കരാചാര്യർ എന്നറിയപ്പെട്ടത്. അപ്പോൾ സനന്ദനാണെങ്കിൽ ഭഗവാൻ ഈ ശങ്കരാചാര്യർ പറഞ്ഞ വേദങ്ങളും ഉപനിഷത്തുകളും സകല വിദ്യകളും സകലം വേഗം വേഗം പഠിക്കുകയും അതുപോലെ ഗുരുഭക്തിയാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഗുരു പറയുന്നതെല്ലാം അദ്ദേഹം അക്ഷരം പ്രതി അനുസരിക്കുകയും ഗുരുവിനോടുള്ള ഭക്തിയും വിശ്വാസവും അദ്ദേഹത്തിന് വളരെ കൂടുതലായിരുന്നു. അങ്ങനെയുള്ള സനന്ദൻ ശങ്കരാചാര്യരുടെ കഴിയുന്ന ദിവസം, പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായി ശങ്കരാചാര്യർക്ക്. പക്ഷേ ഈ ശിഷ്യന്മാർക്കൊന്നും സനന്ദനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ സനന്ദന് ഗുരു കൊടുക്കുന്ന കൂടുതൽ പ്രാധാന്യമോ അല്ലെങ്കിൽ ഗുരുവിനോടുള്ള സനന്ദൻ്റെ ഭക്തി അതൊക്കെ അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സന്യാസിമാർക്കിടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലേ, ഈർഷ്യ അസൂയൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ എന്താ, അവർ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ പാണ്ഡിത്യം നേടിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമാണ്, ഞാനും ഈ സർവ്വതും ബ്രഹ്മത്തിൻ്റെ അംശമാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ സനന്ദൻ ഈ ശങ്കരാചാര്യരുടെ വളരെ അടുത്ത ആളാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് കുശുമ്പുണ്ട്, അസൂയുണ്ട്, ഈർഷ്യയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ശങ്കരാചാര്യർ വിചാരിച്ചു ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണം സനന്ദൻ്റെ എന്താണ് മഹാത്മ്യം എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഒരു വലിയ നദിയുടെ കരയിൽ അവരെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നദിയുടെ അപ്പുറത്തെ വശത്തേക്ക് ഒരു പാലത്തിലൂടെ സനന്ദൻ പോയി, എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് ഇപ്പുറത്താണ് ശങ്കരാചാര്യരും മറ്റ് ശിഷ്യന്മാരും ഉള്ളത്. നല്ല തണുപ്പ് സമയമാണ്. അപ്പം നദിയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ നദികളല്ല, വളരെ അടിയൊഴുക്കുള്ള വലിയ ശക്തിയേറിയ ഒഴുക്കുള്ള നദിയാണ്. അപ്പോൾ പാലത്തിലൂടെ അപ്പുറത്ത് പോയിരിക്കുന്ന സനന്ദനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുരു ഇപ്പുറത്ത് നിന്ന് വിളിക്കും. നദിയുടെ ഇപ്പുറത്തെ വശത്തു നിന്ന് സനന്ദ എന്ന് വിളിക്കുമ്പോൾ സനന്ദൻ അപ്പുറത്ത് നിന്ന് വളരെ പരിഭ്രാന്തനാണ്. എന്തിനാണ് എന്നെ ഗുരു വിളിച്ചത്? അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞുവോ, എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ എന്താ നോക്കുക, ഇനി ഞാൻ ആ വീണ്ടും പോയി ദൂരെ പോയി പാലത്തിൽ കയറി പാലം കടന്ന് ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അപകട സമയത്ത് എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തണം എന്നുള്ളതിൽ ശൈത്യമായി കിടക്കുന്ന കൊടും തണുപ്പുള്ള വെള്ളത്തിൽ, ഭയങ്കരമായ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുകയാണ്. ആ നദി നീന്തി കടക്കാമെന്നുള്ള രീതിയിൽ കാല് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു താമര വിടരും. ആ താമരയിലാണ് കാല് വയ്ക്കുന്നത്. അങ്ങനെ ഓരോ കാലടി വയ്ക്കുമ്പോഴും ഓരോ താമര വിടരുകയാണ്. അപ്പോൾ ശിഷ്യന്മാരും ശങ്കരാചാര്യരും ആ മറുകരയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ താമര ഇതൊന്നും കാണുന്നില്ല, സനന്ദൻ അതൊന്നും കാണുന്നില്ല. വേഗം ഗുരുവിൻ്റെ അടുത്തെത്തണം എന്നുള്ള ധൃതിയിൽ അദ്ദേഹം ഓരോ കാലടി വെച്ച് വേഗം നദി കടന്നു വന്നിട്ട് ഗുരു എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഗുരു നിൽക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് പത്മപാദർ എന്ന് പറയുന്ന പേര് കിട്ടുന്നത്. അദ്ദേഹം വയ്ക്കുന്ന കാലടികളെല്ലാം പത്മം വിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പത്മപാദർ എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ ഏറ്റവും അടുത്ത ശിഷ്യനായി മാറി. അപ്പോൾ ആ താമരയായിട്ട് വിടർന്നത് സരസ്വതി ദേവി തന്നെയാണ്. കാരണം ഗുരുഭക്തി, ഇന്ന് ഗുരുഭക്തി ഉണ്ടോ? ഗുരുവിനോട് വല്ല ഭക്തി ഉണ്ടോ? അല്ലേ, ഇല്ല. ഗുരുക്കന്മാരും ശരിയല്ല, ഗുരുവിനോട് ഭക്തിയുമില്ല. നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സനാതനധർമ്മത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പോലും കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാറില്ല അല്ലേ. മുതിർന്നവരുടെ കാലിൽ നമ്മുടെ കാലറിയാതെ തട്ടിയാൽ, അല്ലെങ്കിൽ മുതിർന്നവരിയ്ക്കുമ്പോൾ അവരുടെ മുമ്പിൽ കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുക, ആചാരമര്യാദകളൊക്കെ മറന്ന് ജീവിക്കുക, തർക്കുത്തരം പറയുക, മുതിർന്നവരോട് മറ്റുള്ളവരെ കാല് തൊട്ട് വന്നിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ വിശേഷ അവസരങ്ങളിലോ അച്ഛനമ്മമാരെ കാല് തൊട്ട് വന്നിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സനാതനധർമ്മികളായിട്ടുള്ള ആളുകൾ കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. അതെല്ലാം ഗുരുനിന്ദയുടെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കുട്ടികൾ ചെയ്തില്ല എന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുക, അതിലൊക്കെ എന്തിരിക്കണം, അവർ ഭയങ്കര ഇൻഡിവിജ്വലിസം അല്ലേ, വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സ്ത്രീ സമത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അവർ നമ്മളെ തോൽപ്പിക്കാൻ നോക്കുക. പക്ഷെ അങ്ങനെയല്ല, കുട്ടികൾ എപ്പോഴാണോ അച്ഛനമ്മമാരെ വന്ദിക്കാൻ തുടങ്ങുന്നത് അന്ന് ആ കുടുംബത്തിൻ്റെ അടിത്തറ ഭദ്രമാകുകയാണ്. കുട്ടികൾ ഗുരുക്കന്മാരെ വന്ദിക്കുമ്പോൾ ആ സമയത്ത് അവിടെ വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തുകയാണ്. പക്ഷെ ഇതൊന്നും തന്നെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പം ഞാൻ എൻ്റെ PhD സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തീസിസ് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഗൈഡിനെ കാണാൻ എൻ്റെ വൈവയുണ്ട്, ഓപ്പൺ ഡിഫൻസ് വൈവയ്ക്ക് തൊട്ട് മുമ്പ് എൻ്റെ ഗൈഡ് ഒരു
മറ്റൊരു മതക്കാരനാണ്. പക്ഷെ ഞാൻ ഓടിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചോ അദ്ദേഹം പേടിച്ച് എഴുന്നേറ്റ് ഓടാൻ പോയി. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, കാല് ഇങ്ങനെ മറിച്ചിടാനൊന്നും വന്നതല്ല, ഞങ്ങളുടെ ആചാരം അനുസരിച്ച് ഗുരുവിൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം നമ്മളുടെ സംസ്കാരം എത്രയേറെ വലിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന വഴി നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്, നമ്മുടെ മൂല്യങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവിനോടുള്ള ഭക്തി കൊണ്ടാണ് പത്മപാദർ എന്ന പേര് പോലും സനന്ദന് വരുന്നത്. പിന്നീട് അദ്ദേഹം എല്ലാവർക്കും ലോക പ്രശസ്തനായി മാറുകയായി. അപ്പോൾ വന്നപ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും മനസ്സിലായി ഇദ്ദേഹം നിസ്സാരക്കാരനല്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ വ്യാസമഹർഷിയൊക്കെ ചിരഞ്ജീവികളാണെന്നറിയാമല്ലോ. വ്യാസമഹർഷി ഒരിക്കൽ ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം പറയാൻ പറഞ്ഞു. ഭാഷ്യം എല്ലാം എഴുതിയത് ഭഗവാൻ ശ്രീ ശങ്കരാചാര്യരാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ അത്. അതായത് ലളിതാ സഹസ്രനാമത്തിന് ഭാഷ്യം എഴുതണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ ഒരിക്കലും നടന്നിട്ടില്ല. ശ്രീ വിഷ്ണു സഹസ്രനാമത്തിനാണ് അദ്ദേഹം ഭാഷ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഭാഷ്യം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് വേദവ്യാസനാണ്. അപ്പോൾ അതിൻ്റെ ഭാഷ്യം എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവർത്തനം, അതിൻ്റെ വിശദീകരണം എന്ന് പറയും. അപ്പോൾ സഹസ്രനാമത്തിൻ്റെ അർത്ഥസഹിത വിശദീകരണങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ശ്രീ ശങ്കരാചാര്യനാണ്. അപ്പോൾ ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം കേൾക്കാൻ വേണ്ടിയിട്ട് വ്യാസൻ തന്നെ വന്നു എന്നാണ് പറയുന്നത്. വ്യാസൻ തന്നെ നേരിട്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കേട്ടു. അതിനുശേഷം പറഞ്ഞു, നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ. അപ്പോൾ അറിയാമല്ലോ, ശങ്കരാചാര്യർ എല്ലാവർക്കും അറിയാം വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പം ഇല്ല, നിനക്ക് കുറച്ചുകൂടെ ആയുസ് തരാണ്, നീ കുറച്ചുകൂടെ പോയിട്ട് മറ്റു പണ്ഡിതന്മാരുമായിട്ട് തർക്കിച്ച് നമ്മുടെ സനാതനധർമ്മത്തിനെ കുറച്ചുകൂടെ പ്രചാരം കൊടുക്കണം എന്ന് പറയും. അപ്പം അങ്ങനെ അദ്ദേഹത്തിനോട് പറയും, കുമാരലഭട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പണ്ഡിതനുണ്ട്, കുമാരലഭട്ടനെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് തർക്കിക്കണം എന്ന് പറയും. അപ്പം അങ്ങനെ ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് കുമാരലഭട്ടനെ കാണാൻ വേണ്ടി അദ്ദേഹത്തോട് തർക്കിക്കുക എന്ന് പറഞ്ഞാൽ സംവാദം ചെയ്യുക എന്നർത്ഥം. അതായത് സനാതനധർമ്മത്തിൽ ചോദ്യവും ഉത്തരവുമാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലാ കാര്യങ്ങളും ചോദ്യവും ഉത്തരമായിട്ടാണ് നമുക്ക് നമ്മുടെ ധർമ്മത്തിൽ കാണാൻ കഴിയുക. നമുക്ക് ഒരാൾ വന്ന് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു, തിരിച്ചു പറയാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അത് സെമിറ്റിക് മതങ്ങളിലാണ് അങ്ങനെയുള്ളത്. ഒരാൾ വന്ന് കുറേ കാര്യങ്ങൾ പറയും, അത് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അയാളോട് ചോദ്യം ചെയ്യാൻ പാടില്ല, അതൊക്കെ നമ്മൾ വിശ്വസിച്ചോണം, ആ രീതിയിൽ ജീവിച്ചോണം, അതിനെതിരെ ജീവിച്ചാൽ നമ്മൾ പാപികളാവും, അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും. ഇങ്ങനെയൊന്നുമല്ല സനാതനധർമ്മം. സനാതനധർമ്മത്തിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് മാത്രമല്ല, ചോദ്യം ചെയ്യുന്നതാണ് ധർമ്മം. നമുക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചോദിക്കുക. ഭഗവത്ഗീത എന്താണ്? രണ്ടുപേരും തമ്മിലുള്ള സംസാരമാണ്. അർജുനനും കൃഷ്ണനും തമ്മിൽ സംസാരിക്കുകയാണ് അവിടെ. അപ്പോൾ ഭഗവാൻ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. പല യോഗങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മളോടെല്ലാം ഉള്ള പറച്ചിലാണ്. അതുപോലെ തന്നെ യക്ഷപ്രശ്നം എന്ന് പറഞ്ഞിട്ടറിയാം. യുധിഷ്ഠിരനും യക്ഷനും തമ്മിലുള്ള ചോദ്യോത്തരമാണ് അല്ലേ. മഹാഭാരതത്തിൽ പഞ്ചരത്നങ്ങൾ എന്നറിയപ്പെടുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണിത്, ഈ യക്ഷപ്രശ്നം എന്ന് പറഞ്ഞാലും. അല്ലെങ്കിൽ വിതുര നീതി എന്താണ്? അതും ചോദ്യോത്തരമാണ്. ഇങ്ങനെ ചോദ്യവും ഉത്തരം, അതായത് നമ്മൾ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി ഒന്നിനെ വീണ്ടും നിർവചിച്ച് വീണ്ടും വിശദമാക്കി പറഞ്ഞ അതാണ് സനാതനധർമ്മം. സനാതനധർമ്മത്തിൽ കൃത്യമായിട്ടുള്ള ഇന്ന കാര്യങ്ങളായിരിക്കണം എന്നൊന്നുമില്ല. അതിനൊക്കെ അത് സനാതനം എന്നാണ്, അതിനൂതനമായിട്ടുള്ളത്, അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്തോറും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത്, പുതിയതിനെ കൂടുതൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പുതിയതായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സനാതനം. അതുകൊണ്ടാണ് അത് മരിക്കാത്തത് അല്ലെങ്കിൽ നശിക്കാത്തത്. മറ്റുള്ളതെല്ലാം നശിക്കും. കാരണം ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയോ ആളുകൾ പറഞ്ഞത് അതിനെ പിന്തുടരുന്നത് നശിക്കുന്നതാണ്. പക്ഷെ സനാതനം അങ്ങനെയല്ല, എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ സനാതനധർമ്മത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക, അതാണ് സനാതനധർമ്മം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കുമാരലഭട്ടനുമായിട്ടുള്ള സംസാരത്തിന് വേണ്ടി, കുമാരലഭട്ടൻ എന്ന് പറഞ്ഞാൽ മീമാംസാചാര്യനാണ്. മീമാംസ എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രമാണ്, തർക്കിക്കുക, ഗവേഷണം ചെയ്യുക. അവർക്ക് ദൈവമില്ല. അതായത് നമ്മൾ പറയാം സനാതനധർമ്മത്തിൽ നാസ്തികത്വം സനാതനധർമ്മമാണ്. അതായത് ദൈവമില്ല എന്ന് പറയുന്നതും സനാതനധർമ്മത്തിലുള്ള ഒരു സിസ്റ്റമാണ് നാസ്തികത. അത് ആ മീമാംസ എന്ന് പറയുന്നത് അതിൽ ചർച്ചകൾ ചെയ്യുക, ഗവേഷണം നടത്തുക, കണ്ടുപിടിക്കുക, ഇതാണ് മീമാംസാചാര്യൻ എന്ന് പറയുന്നത്. മറ്റേ അങ്ങനെയല്ല, ഭഗവാനാണ് സർവ്വതം എന്ന് വിശ്വസിച്ച് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഇങ്ങനെ പലതരത്തിലുള്ള
ശാഖകളും ഉപശാഖകളും ഉള്ളതാണ് സനാതനധർമ്മം. അപ്പോൾ ഈ നമ്മൾ ഈ മീമാംസ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് കുമാരല ഭട്ടൻ. അങ്ങനെ പുള്ളി ഓരോന്നും പഠിച്ചിട്ടേ തർക്കിക്കൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ, നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ തർക്കിക്കാൻ പോകും. ഒരു വിഷയം നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് തർക്കിക്കാൻ വേണ്ടി തർക്കിക്കണം, അതിന് വേണ്ടിയിട്ട് പോകും. പക്ഷെ എന്നാൽ കാര്യങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല, എന്നാലും തർക്കിക്കും.